ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. താസ്പൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ 65 റെസിപ്പിയാണ്. ചിക്കൻ 65 റെസിപ്പി ഇതുപോലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഒട്ടും നമസ്കാരം, വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ ചിക്കൻ കട്ട് ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീർ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറുജീരകത്തിൻ്റെ പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കണം. 3 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇതിന് നല്ലോണം മസാല ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലോണം തേച്ച് പിടിപ്പിക്കണം. ഇതിലേക്ക് 1 സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് കുറഞ്ഞ ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നല്ലോണം ഒന്ന് മസാല പിടിച്ച് കിട്ടും. അപ്പം 2 മണിക്കൂർ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പം ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടീസ്പൂണ് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു മുട്ട നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. കരിവേപ്പില ഇതുപോലെ ഞമണ്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വേണം ഈ സ്റ്റെപ്പ് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആവശ്യമില്ല. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഞാനിതിലോട്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറച്ച് സോസി ആയിട്ടുള്ള ചിക്കൻ 65 ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാം. നല്ലോണം ഫ്രൈ ആയിട്ടുള്ളതും നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സോസി ആയിട്ടുള്ളതും. ഞാനിന്ന് അതാണ് ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റൗ മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്താൽ മതി. വേറെ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് കുറച്ചും കൂടിയും സോസി ആക്കി എടുക്കാൻ വേണ്ടി കുറച്ചും കൂടിയും സോസിങ് കോട്ടിങ് കൊടുക്കുന്നുണ്ട്.
അടുത്തതായിട്ട് പാനിലോട്ട് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അടുത്തതായിട്ട് ഇതിലോട്ട് പച്ചമുളക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ടിന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടിയും ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാനൊരു 3-4 പീസ് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറിയ പീസ് ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് സമയം പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കുറച്ചും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് സോസ് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്കാണ് 3 ടീസ്പൂണ് സോസ് ഒഴിച്ച് കൊടുക്കാം. സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിലൊരു കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. നിങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈ ചിക്കൻ 65 റെഡിയാക്കിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. അപ്പം വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.